നമ്മളല്ലേ യാത്രകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ യാത്രകൾ ചെയ്യാൻ നമ്മൾ ഇഷ്ടപ്പെട്ട ഫോട്ടോസും എടുക്കാറുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന ഫോട്ടോസൊക്കെ നമ്മൾ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ തന്നെ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചിലർക്ക് അറിയത്തില്ലായിരിക്കും. അപ്പം ഞാനിപ്പോൾ ഇന്നത്തെ ഇവിടെയൊക്കെ നമുക്ക് എങ്ങനെ ഒരു ട്രാവൽ ഫോട്ടോസ് വേറെ ലെവലായിട്ട് എഡിറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മളിത് ലൈറ്റ് റൂം ഉപയോഗിച്ചാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് തുടങ്ങാം. ആദ്യമേ നമുക്ക് ഇതിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്. അതിനോട് നിങ്ങൾ ലൈറ്റ് ടൂളിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് ലൈറ്റ് ടൂളിനകത്ത് ആദ്യമേ കോൺട്രാസ്റ്റ് നമുക്ക് ഏകദേശം ഒരു 15 വരെ നമുക്ക് കൂട്ടാം. അപ്പോൾ ഞാനിവിടെ എക്സ്പോഷർ ഒന്നും ചെയ്യാത്തത്, അത്യാവശ്യം എക്സ്പോസ് ആയിട്ടുള്ള ഫോട്ടോ ആണിത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും എക്സ്പോഷർ ചെയ്യാത്തത്. അടുത്ത ഹൈലൈറ്റ്സ് ഏകദേശം ഒരു 26 വരെ നമുക്ക് കുറയ്ക്കാം. പിന്നെ ഷാഡോസ് ഏകദേശം ഒരു 28 വരെ നമുക്ക് കൂട്ടാം. അടുത്ത വൈറ്റ്സ് ആണ്. വൈറ്റ്സ് നമുക്കൊരു 14 വരെ നമുക്ക് കുറയ്ക്കാം. നിങ്ങൾക്കകത്ത് ഇത് തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക, എന്നാൽ നിങ്ങൾക്കകത്ത് എഫക്റ്റ് കിട്ടുള്ളൂ ഫോട്ടോയിൽ. പിന്നെ ബ്ലാക്ക്സ് ആണ്. ബ്ലാക്ക്സ് ഒരു 32 വരെയാണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ കഴിഞ്ഞു. നമുക്ക് ഇതിനകത്ത് കെയർ ടൂളിലേക്ക് പോകാം. നമുക്ക് ചെറിയൊരു കെയർ കൂടി സെറ്റ് ചെയ്യാനുണ്ട്. നിങ്ങൾ ഈ കെയർ തന്നെ സെറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഡൺ കൊടുക്കാം. നമുക്കിനി അടുത്തത് കളർ ടൂളിലേക്ക് പോകാം. നമുക്ക് ടെമ്പറേച്ചർ ഏകദേശം ഒരു 12 വരെ നമുക്ക് ഇവിടെ കുറയ്ക്കാം. പിന്നെ ടിൻ്റ് ഒരു 12 വരെയും കുറയ്ക്കാം. അടുത്ത വൈബ്രൻസ് ആണ്. വൈബ്രൻസ് ഒരു 20 വരെയാണ് കുറയ്ക്കേണ്ടത്. പിന്നെ സാച്ചുറേഷൻ ഒരു 4 വരെയും. അപ്പോൾ നമുക്കിനി അടുത്ത കളർ ഗ്രേഡിങ്ങിലേക്ക് പോകാം. അതിനോട് മിക്സ് ടൂൾ സെലക്ട് ചെയ്യുക. മിക്സ് ടൂളിൻ്റെ അകത്ത് ഞാൻ ഇവിടെ റെഡിൻ്റെ അകത്ത് ആദ്യം ഞാൻ ഇവിടെ ഹ്യൂ ഒരു പൊടിക്ക് കൂട്ടുവാണ്, ഏകദേശം ഒരു 20 വരെ. സാച്ചുറേഷൻ അവിടെ കുറയ്ക്കുവാണ്. പിന്നെ ലൂമിനൻസ് ഞാൻ ഒരു 20-30 റേഞ്ച് അവിടെ കൂട്ടുവാണ്. ഇപ്പോൾ 30 വേണം കൂട്ടുന്നത്. അടുത്ത ഓറഞ്ചിലേക്ക് പോകാം. ഓറഞ്ചിൻ്റെ അകത്ത് ഞാൻ ഇവിടെ സാച്ചുറേഷൻ ഒരു പൊടിക്ക് കുറയ്ക്കുവാണ്. ലൂമിനൻസ് ഞാൻ ഫുള്ളും കൂട്ടുവാണ്. അടുത്ത യെല്ലോയിലേക്ക് പോകാം. യെല്ലോയ്ക്കകത്ത് ഹ്യൂ ഒരു 80 വരെ നമുക്ക് കൂട്ടാം. പിന്നെ സാച്ചുറേഷൻ ഏകദേശം ഒരു 45 വരെ നമുക്ക് കുറയ്ക്കാം. പിന്നെ ലൂമിനൻസ് ഏകദേശം ഒരു 100 വരെ നമുക്കിവിടെ കൂട്ടണം. 100 എന്ന് വെച്ചാൽ ഫുള്ള് കൂട്ടണം. അടുത്ത ഗ്രീനിലേക്ക് പോവുക. ഗ്രീനിൻ്റെ അകത്ത് നമുക്ക് ഹ്യൂ ഒരു 2 വരെ നമുക്ക് കൂട്ടാം. പിന്നെ സാച്ചുറേഷൻ ഒരു 44 വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കുറയ്ക്കുവാണ് ചെയ്യേണ്ടത് 44. അപ്പം നിങ്ങൾ ഇതേ ലെവലിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം, എന്നാലൊക്കെ ഫോട്ടോയ്ക്ക് ആ എഫക്റ്റ് വരുള്ളൂ. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. പിന്നെ ലൂമിനൻസ് ഒരു 64 വരെ നമുക്ക് ഇവിടെ കുറയ്ക്കാം. അടുത്ത അക്യൂവിലേക്ക് പോകാം. അക്യൂക്കകത്ത് നമുക്ക് ഹ്യൂ ഒരു 62 വരെ നമുക്കിവിടെ കുറയ്ക്കാം. പിന്നെ സാച്ചുറേഷൻ ഒരു 58 വരെയും. അടുത്ത ബ്ലൂയിലേക്ക് പോവുക. ബ്ലൂവിൻ്റെ അകത്ത് നമുക്ക് ഹ്യൂ ഒരു 30 വരെ കുറയ്ക്കാം. പിന്നെ സാച്ചുറേഷൻ ഒരു 36 വരെ നമുക്ക് കുറയ്ക്കാം. അപ്പോൾ നമ്മുടെ കളർ ഗ്രേഡിങ് കഴിഞ്ഞ് നമുക്കിനി ഡൺ കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് പുതിയൊരു അപ്ഡേറ്റ് വന്നേക്കുന്ന ഒരു ഓപ്ഷനാണ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ഓണിന് പകരമായിട്ടുള്ള ഒരു ടൂൾ പോലെയാണ് ഗ്രേഡിങ് വരുന്നത്. അപ്പോൾ നമുക്ക് ഗ്രേഡിങ്ങിൻ്റെ അകത്ത് ആദ്യമേ നമുക്ക് ഷാഡോസിൽ നിന്ന് തുടങ്ങാം. ഷാഡോസ് എന്ന ആദ്യത്തെ പോയിൻ്റാണ് ഷാഡോസിന് നമുക്ക് ഹ്യൂ ഒരു 42 വരെയും സാച്ചുറേഷൻ ഒരു 17 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഹ്യൂ ഒരു 42. ഏകദേശം ശരിയായി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അടുത്ത് നമുക്ക് മിഡ് ടോൺസിലേക്ക് പോകാം. മിഡ് ടോൺസിനകത്ത് നമുക്ക് 248 വരെയാണ് ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ സാച്ചുറേഷൻ ഒരു 8 വരെ. അടുത്ത് നമുക്ക് ഗ്ലോബലിലേക്ക് പോകാം. ഗ്ലോബലിൻ്റെ അകത്ത് നമുക്കൊരു 253 പിന്നെ സാച്ചുറേഷൻ ഒരു 13 വരെയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തത് എഫക്ട്സിലേക്ക് പോവാം. ഡൺ കൊടുക്കുക. എഫക്ട്സിന് ഞാൻ ഇവിടെ ക്ലാരിറ്റി ഒരു പൊടിക്ക് കൂട്ടുന്നുണ്ട്. DS ഒരു പൊടിക്ക് കൂട്ടുക. അപ്പോൾ നമുക്കിനി അടുത്ത് ചെയ്യേണ്ടത് നമുക്ക് ഈ ഫോട്ടോയ്ക്കകത്ത് സെലക്ട് ടൂൾ ഉപയോഗിച്ച് കുറച്ച് ഫെയ്ഡ് എഫക്റ്റ് പോലെയൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇത് ക്രാക്ട് വെർഷനാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ലിങ്ക് വേണം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ഇതിനെക്കുറിച്ച് സ്പെഷ്യലായിട്ടൊരു വീഡിയോ വല്ലതും വേണം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോയിൽ താഴെ. അപ്പോൾ നമുക്കിവിടെ സെലക്ട് ടൂൾ ചെയ്ത ശേഷം നമുക്കൊരു പ്ലസ് ഐക്കൺ ഉണ്ട്. അതിൻ്റെ ഏറ്റവും അറ്റത്തെ ഒരു സ്ക്വയർ ബോക്സ് ഒരു ടൂളാണ്. അത് നിങ്ങൾ ഡ്രാഗ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ അനുസരിച്ച് നിങ്ങളും ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഫോഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. അതിനോട് നിങ്ങൾ എഫക്ട്സിലേക്ക് പോവുക. എഫക്ട്സിനകത്ത് ക്ലാരിറ്റി നിങ്ങളൊരു പൊട്ടിക്ക് വയ്ക്കുക. അതിനുശേഷം DS ഇങ്ങനെ ഫുള്ളാക്കുക. അപ്പോൾ നമുക്കൊരു ഫോഗ് എഫക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ അടുത്ത് നമുക്ക് അടിയിൽ നിന്നൊരു ബ്ലാക്ക് പോലെ കയറുന്ന സെറ്റപ്പ് വാങ്ങണം. അതിനോട് നിങ്ങൾ ഒന്നുകൂടെ പ്ലസ് ഐക്കൺ സെറ്റ് ചെയ്യുക. അതിനുശേഷം അതുപോലെ തന്നെ മുമ്പത്തെ ടൂള് എടുത്ത ശേഷം നിങ്ങൾ താഴെ നിന്നും കൂടെ ഒരു കുറച്ച് മണ്ടിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ലൈറ്റ് ടൂൾ എടുത്ത ശേഷം നിങ്ങൾ എക്സ്പോഷർ ഒരു പൊടിക്ക് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ഡൺ കൊടുക്കാം. അപ്പോൾ നമ്മൾ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിൻ്റെ ബിഫോർ ആഫ്റ്റർ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം.